Furious, a Mad Max saga, is actually good, but it's not great or epic as Fury Road. സോ ഫ്യൂരി റോഡിൻ്റെ ഒരു പ്രീക്വലായിട്ട് സെർവ് ചെയ്യുന്ന ഒരു ചിത്രം പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് നമ്മൾ ഫ്യൂരി റോഡിൽ കണ്ടിട്ടുള്ള ഫ്യൂരിയസ് എന്നൊരു ക്യാരക്ടറിൻ്റെ ഒറിജിനൽ സ്റ്റോറിയാണ്. സോ ചെറുപ്പം മുതൽ ആ ഒരു ഗ്രീൻലാൻഡിൽ നിന്ന് എങ്ങനെയാണ് ആ ക്യാരക്ടർ അപ്ഡേറ്റ് ചെയ്ത് ഇവിടേക്ക് എത്തിപ്പെട്ടത്, എങ്ങനെയാണ് ഇമ്മോർട്ടൽ ജോയുടെ കയ്യിലെത്തിയത്, പിന്നെ അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇതൊരു ക്യാരക്ടർ സെൻട്രിക് മൂവിയാണ്, അതൊരു ചാപ്റ്റർ വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള മൂവിയാണ്. ആൻഡ് ഈ സിനിമ അതുകൊണ്ട് തന്നെ ഫ്യൂരി റോഡായിട്ട് വലിയ അന്തരമുണ്ട്. സോ ഫ്യൂരി റോഡ് കണ്ട ഒരാൾ ഈ സിനിമയ്ക്ക് കയറുമ്പോൾ, ഞാൻ പേഴ്സണലി അങ്ങനെയാണ് കയറിയത്, ഒട്ടുമിക്ക എല്ലാവരും അങ്ങനെ ആയിരിക്കും കയറുക. നമ്മൾ ആ ഒരു ഹൈ ഇൻറ്റൻസ് ഒക്ടൈൻ ആക്ഷൻ എൻ്റർടൈനർ കണ്ട് അതേപോലത്തെ ഒരു സാധനമാണെന്ന് പ്രതീക്ഷിച്ച് പോകുമ്പോൾ ഈ സിനിമ എൻറ്റയർലി ഓപ്പോസിറ്റാണ്. ഇതൊരു എക്സ്റ്റെൻഡഡ് പ്രിവ്യൂ അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് പ്രൊലോഗാണെന്ന് വേണമെങ്കിൽ പറയാം. ഫ്യൂരി റോഡ് എന്ന സിനിമയിൽ നമ്മൾ കണ്ടതിൻ്റെ ആക്ച്വൽ പ്രീക്വൽ എങ്ങനെയായിരിക്കും അതാണ് ഈ സിനിമ. ഐ തിങ്ക് ഈ സിനിമ ആക്ച്വലി ഇത് ആദ്യം ഇറങ്ങണമായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഫ്യൂരി റോഡ് ഇറങ്ങണമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വേൾഡ് ബിൽഡിങ്, ഈ ഒരു വേസ്റ്റ് ലാൻഡ് എന്താണ്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ ടെറൈൻ എന്താണ്, ആ ഒരു വേൾഡ് ബിൽഡിങ്ങിൻ്റെ എക്സ്പാൻഷൻ എവിടെയൊക്കെയാണ്, ഏതൊക്കെയാണ് ആൾക്കാർ, എങ്ങനെയൊക്കെയാണെന്നുള്ള സെറ്റിങ് ഫ്യൂരി റോഡിൽ കുറവാണ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അധികം സമയത്തിൽ എടുക്കുന്നില്ല. ഈവൻ നമ്മൾ ഇതിൽ കാണുന്ന ക്യാരക്ടേഴ്സൊക്കെ അതിൽ റിട്ടേണിങ് ആവുന്നുണ്ടെങ്കിലും അവരെയൊക്കെ പ്രോപ്പറായിട്ട് റെക്കഗ്നൈസ് ചെയ്യാനും അവർക്കൊക്കെ പ്രോപ്പറായിട്ട് സ്ക്രീൻ പ്രസൻസ് കൊടുത്ത് അവർ വേൾഡ് ബിൽഡിങ്ങിൻ്റെ സെറ്റപ്പ് ഇന്ന ഇപ്പോൾ ഗ്യാസോലിൻ സ്ഥലമുണ്ട്, ദെൻ സിറ്റഡൽ ഉണ്ട്, ദെൻ ഇതേപോലെ ബുള്ളറ്റ് ഫാം ഉണ്ട്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഫ്യൂരി റോഡിൽ അവിടെ ഇവിടെ ഇങ്ങനെയായിട്ട് പറഞ്ഞു പോകുന്നു. മൊത്തത്തിലൊരു ഓൾ ഔട്ട് വാർ, ആ ഒരു ചേസാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇതിലങ്ങനെയല്ല, പ്രോപ്പറായിട്ട് സ്റ്റേജ് ചെയ്ത് സെറ്റ് ചെയ്ത് പറയാൻ ഇവർക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ഈ സിനിമയിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പോലെ ഹൈ ഒക്ടൈൻ ആയിട്ടുള്ള ആക്ഷൻ എൻ്റർടൈനർ അല്ല ഈ ഒരു സിനിമ. അതിൻ്റേതായ സമയമെടുത്ത് മെല്ലെ മെല്ലെ കഥ പറഞ്ഞു പോകുന്ന ഒരു സ്ലോ പേസ്ഡ് മൂവിയാണത്. പക്ഷെ നമ്മൾ ട്രെയിലറൊക്കെ കാണുമ്പോൾ അതല്ല പ്രതീക്ഷിക്കുക, എന്താണ് ഫ്യൂരി റോഡ് അത് തന്നെയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഈ സിനിമ കാണുന്നത്. ആൻഡ് അങ്ങനത്തെ ഉള്ള ആക്ഷൻ സീക്വൻസുകളും ചേസ് സീക്വൻസുകളൊക്കെ വളരെ കുറവാണ് സിനിമയിൽ, വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് ഒരു 3rd and 4th ചാപ്റ്ററിലൊക്കെയാണ് ഈ സാധനം കൂടുതലായിട്ടും കാണിക്കുന്നത്. അതും മെയിൻലി 2 വലിയ ആക്ഷൻ സീക്വൻസുകൾ മാത്രമേ സിനിമയിലുള്ളൂ. പക്ഷേ അതിന് മൊത്തത്തിലുള്ള ആ ഒരു വേൾഡ് ബിൽഡിങ്ങിൽ ഈ സിനിമ എപ്പിക്കാണ്. പ്രത്യേകിച്ച് മാഡ് മാക്സ് ഫ്രാഞ്ചൈസിലെ ഏറ്റവും കൂടുതൽ വേൾഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത സിനിമ ഒരുപക്ഷെ ഇതായിരിക്കും. നമ്മളിപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ മെൽ ഗിബ്സൻ്റെ 3 സിനിമകൾ കണ്ടിട്ട് അത്രയും വലിയ ഗ്രാൻഡ് സ്കെയിലുള്ള VFXും സെറ്റിങ്സും സെറ്റപ്പും തന്നെ ബാക്കിയുള്ള ആർട്ട് വർക്കുകളൊക്കെ കൂടുതലായിട്ട് കാണിക്കുന്നത് ഈ സിനിമയിലാണ് കമ്പാരിറ്റീവ്ലി ഫ്യൂരി റോഡിന് വെച്ച്. പക്ഷേ അവർ ടൈറ്റ്ലി പാക്ഡ് സ്ക്രീൻ പ്ലേ അല്ല, അതിൻ്റെ പോലെയല്ല ഇത്. അതുകൊണ്ട് 2 സിനിമയും എൻ്റയർലി ഡിഫറൻ്റ് ആണ്. എനിക്ക് ഫ്യൂരി റോഡ് പ്രതീക്ഷിച്ച് പോയിട്ട് അതിൻ്റെ ഒരു 10ൽ 5% മാത്രമേ ഈ സിനിമയിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളൂ. കാരണം ഞാൻ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു ഹൈ ഒക്ടൈൻ ആക്ഷൻ എൻ്റർടൈനർ അല്ല ഈ ഒരു സിനിമ. ഇതൊരു കംപ്ലീറ്റ്ലി സ്ലോ പേസിൽ പോകുന്ന ഒരു എക്സ്റ്റെൻഡഡ് പ്രിവ്യൂ തന്നെയാണ്. സോ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ സിനിമ കൂടുതൽ ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ ഫ്യൂരി റോഡിന് ഞാനിപ്പോൾ ഒരു 10ൽ 10 കൊടുക്കുമെങ്കിൽ ഇതിലൊരു 10ൽ 5 കൊടുക്കുള്ളൂ. എന്ന് വെച്ചാൽ ഈ സിനിമ മോശമൊന്നുമല്ല, ഈ സിനിമയിൽ ഒന്നുമില്ല, വളരെ ബോറടിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, ലാഗ് അടി, അങ്ങനത്തെ ഒന്നുമല്ല. സിനിമ എൻഗേജിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. സിനിമയുടെ ആ ഒരു വേൾഡ് ബിൽഡിംഗ്, അതുപോലെ തന്നെ ക്രിസ് ഹെംസ്വർത്ത് അവതരിപ്പിച്ചിട്ടുള്ള ഒരു കിഡിലൻ ആൻറ്റഗോണിസ്റ്റ് ക്യാരക്ടർ, സോ ഒരു ക്യാരക്ടറിൻ്റെ വെഞ്ചൻസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ആക്ഷൻ സീക്വൻസുകളുടെ ആ ഒരു ഹൈ ഒക്ടൈൻ അഭാവം സിനിമയെ വളരെ നല്ല രീതിക്ക് തന്നെ എന്നെ പേഴ്സണലി എൻ്റെ ഒരു വാച്ചിങ് എക്സ്പീരിയൻസിനെ അഫക്റ്റ് ചെയ്തു. സോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അതിങ്ങനെ ഇപ്പോൾ വരും എന്ന് പറഞ്ഞാണ്, അങ്ങനെ വരുന്നുണ്ട്, അത് കുറവാണ് എന്നത് മാത്രമാണ് എനിക്ക് തോന്നിയത്. സോ മാഡ് മാക്സ് വേൾഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വേസ്റ്റ് ലാൻഡിൻ്റെ കൂടുതലായിട്ടുള്ള വേൾഡ് ബിൽഡിംഗ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമ എങ്ങനെ പോലും സാറ്റിസ്ഫൈ ചെയ്യും. അല്ലാതെ ഫ്യൂരി റോഡ് പോലെയുള്ളൊരു ഹൈ ഒക്ടൈൻ ആക്ഷൻ എൻ്റർടൈനർ അല്ലെങ്കിൽ ആക്ഷൻ പാക്ഡ് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ, പട്ടാന്നടുത്ത സാധനങ്ങൾ വരുന്ന സാധനങ്ങൾ പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ഇതൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും ഈ സിനിമ. പക്ഷേ എനിക്കിതൊരു മോശ സിനിമ അനുഭവമല്ല, എനിക്ക് നല്ല എൻജോയ് ചെയ്ത് കണ്ടിരുന്ന സിനിമ തന്നെയാണ്. പക്ഷേ കുറേ സ്ഥലത്ത് ഈ ഒരു ആക്ഷൻ സീക്വൻസ് ഇല്ലാത്ത വരുന്ന ആക്ഷനൊക്കെ കിടിലാണ്, അതിലൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് ആ ഒരു ഇൻട്രോ പോർഷനിലുള്ള ഒരു സാധനമുണ്ട്, ഒരു ഫ്യൂരിയസോടെ അമ്മ ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ വേറെ ലെവൽ സാധനമാണ്. പ്രത്യേകിച്ച് അതിൽ ആ ഒരു സ്നൈപ്പിംഗ് സീനും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഫ്യൂരിയോസയുടെ ആ ഒരു വാർറിഗ് വെച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ, ഇങ്ങനത്തെ അതൊക്കെ നമ്മൾ മറ്റേലും കണ്ടതാണ്. പക്ഷേ ചില സാധനങ്ങളൊക്കെ നമുക്ക് റിപ്പീറ്റബിളി തോന്നും, ചില സാധനങ്ങൾ നമുക്ക് വലിയ പുതുമയില്ലാതെ തോന്നും, ചില സാധനങ്ങളൊക്കെ നമ്മൾ ഇല്ലല്ലോ ഇവിടെ എന്താ വെക്കായിരുന്നില്ല, ഇവിടെ ഒരു ആക്ഷൻ സീക്വൻസ് വേണമല്ലോ, അല്ലെങ്കിൽ ഇത് ഇത്ര പെട്ടെന്ന് തീർന്നോ. ആക്ഷൻ സീക്വൻസുകളൊക്കെ വളരെയധികം ഷോർട്ടൻ ചെയ്ത് പിന്നെ അവസാനത്തെ എൻ പോർഷനൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേ അല്ല, കുറച്ചും കൂടി ക്യാരക്ടർ ഓറിയൻറ്റഡ്, ക്യാരക്ടർ സെൻറ്റേർഡ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ കൂടുതൽ അടുപ്പിക്കാനൊക്കെയാണ് സിനിമ ഉദ്ദേശിച്ചതെങ്കിലും ആ ഒരു ക്യാരക്ടർ കെമിസ്ട്രി ഒന്നും പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ആൻഡ് പ്രത്യേകിച്ച് ഈ ഒരു ക്രിസ് ഹെംസ്വർത്തും ആന്യ ടൈലർ ജോയും തമ്മിലുള്ള ഇൻട്രാക്ഷൻസൊക്കെ എനിക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്കൊരു ആ ഒരു അറ്റാച്ച്മെൻറ്റ് കിട്ടിയില്ല. മറ്റേതിലിപ്പോൾ ടോം ഹാർഡിയും
നമ്മുടെ ചാർലി സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെങ്കിലൊക്കെ രീതിയിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ അഫെക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഈവൺ ആ ഒരു അവസാനത്തെ സമയത്ത് ആ ഒരു ക്യാരക്ടർ ആ ഒരു സാൻഡിൽ അല്ലെങ്കിൽ ഡെസേർട്ടിൽ ഇരുന്നിട്ട് വെറുതെ ഇരുന്ന് ആ ഒരു കരയുന്ന ആ ഒരു സീക്വൻസൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് പോലെ അല്ല ഇതിൽ അത്രയും വലിയ ടോർച്ചറിങ്ങും അത്രയും വലിയ പാസ്റ്റ് ലൈഫൊക്കെ ഈ ഒരു ക്യാരക്ടറിന് ഉണ്ടെങ്കിലും അതൊക്കെ കഴിഞ്ഞ സിനിമയുടെ അത്ര അങ്ങോട്ട് ഇമ്പാക്റ്റ് ആയില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോ എല്ലാം ഉണ്ടെങ്കിലും വലിയ ഇമ്പാക്റ്റ് ഇല്ലാത്ത ഒരു വൺ ഓഫ് എ ഹെൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും തരാത്ത ഒരു സാധാരണ മാഡ് മാക്സ് മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത്. കമ്പയർഡ് ടു ഫ്യൂരി റോഡ് എല്ലാവരുടെയും ഒരു പക്ഷേ പേഴ്സണൽ ഫേവറേറ്റ് 100 മൂവീസൊക്കെ എടുത്താൽ അതൊരു സിനിമയായിരിക്കും. കാരണം ആക്ഷൻ എന്നൊരു ജോണറിനെ തന്നെ ജോണർ ഡിഫൈനിങ് മൂവി തന്നെ എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കാരണം ഇറ്റ്സ് എ വൺ ഓഫ് എ കൈൻഡ് മൂവി. എപ്പോഴും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടില്ല. സോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് അത് കിട്ടാത്ത എങ്കിലും മാഡ് മാക്സ് ഫ്രാഞ്ചൈസിലെ മറ്റൊരു നല്ല ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് മാഡ് മാക്സ് ഫ്യൂരി റോഡ്. സോ അമിത പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഞാനിപ്പോൾ ഈ പ്രതീക്ഷിച്ച പോലെ ഒന്നും പ്രതീക്ഷിക്കാതെ പോവുകയാണെങ്കിൽ പക്ഷെ അത് പ്രതീക്ഷിക്കും. കാരണം ഫ്യൂരി റോഡ് കണ്ടിട്ടാണ് ഈ സാധനം കാണാൻ പോകുന്നത്. സോ അതില്ല എന്നാണ് എനിക്ക് തോന്നിയത്. സോ ഓൾറെഡി ഈ സിനിമകൾ കണ്ടവരാണെങ്കിൽ എന്നെ പോലെ തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.